എന്താടാ നീ തുപ്പിയത്, അത് മുതലാളി തുപ്പിയത് എൻ്റെ വായിലോട്ട് തുപ്പിയത് കൊണ്ട് ഞാൻ തുപ്പി എന്ന് പറയുന്നു. പിന്നെ അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ, അത് ഏറ്റവും താളത്തിൽ അമ്മയെന്ന് പറഞ്ഞിട്ടാക്കുന്ന, അതൊക്കെ ഒരുപക്ഷെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാകാം അതിന്, പക്ഷെ എന്നാലും അതിനകത്ത് ഹരിശ്രീ അശോകൻ എന്ന ഒരു കലാകാരൻ്റെ കയ്യൊപ്പ് വളരെ വലുതാണ്. ഇപ്പോൾ ഈ ന്യൂജൻ കാലത്തെ തമാശകൾ, കാരണം അശോകേട്ടൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സിനിമകളിൽ ഒരു ജൈവമായ ഒരു ബന്ധം തമാശയുമായുണ്ട്. അതായത് എൻ്റെ സ്വാഭാവികതയിലാണ്, സ്ക്രിപ്റ്റ് എന്ത് ആയിരുന്നാൽ പോലും. പക്ഷെ അങ്ങനെ ഒരു സ്വാഭാവികമായ തമാശയാണ് ഒരു ന്യൂജൻ സിനിമയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. എങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ടോ അശോകേട്ടൻ? അല്ല, ഞാനങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോഴുള്ള സിനിമകളും തമാശ എവിടെ കണ്ടാലും ഞാൻ ചിരിക്കും. കാരണം നമ്മളെ സ്വഭാവമാണത്. അതായത് എനിക്ക് തമാശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന തമാശയും നമ്മൾ പണ്ടത്തെ തമാശയും തമ്മിൽ എടുക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ട് ബാസി സാറിൻ്റെയൊക്കെ തമാശ കണ്ട ബഹദൂർക്ക, ബാസി സാറ്, അങ്ങനെ അവരുടെയൊക്കെ തമാശ കണ്ടാണ് നമ്മൾ വളർന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്ന് പലരും മാറി ജഗദീശേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് തമാശ, പപ്പുവേട്ടൻ, മാളാരവിന്ദൻ ചേട്ടൻ, അങ്ങനെ ഇവരൊക്കെ വന്നപ്പോൾ മാറി സ്വഭാവങ്ങൾ മാറി തമാശയുടെ. അതെല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു സ്വാഭാവിക കൾമിനേഷൻ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു പരിണാമം ആയിട്ടാണ് കാണുന്നത്. അതാണ് ഒരു വ്യത്യസ്തമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം മമ്മൂട്ടിയൊക്കെ പറയാറുണ്ട്, ജെൻസികളുടെ ഭാഷയൊക്കെ നമ്മളിനി പഠിക്കേണ്ടതുണ്ട്, അവരുടെ ശരീരഭാഷകളൊക്കെ എല്ലാം അറിയേണ്ടതുണ്ടെന്നൊക്കെ. അങ്ങനെ ഒരു ഗ്യാപ്പ് തോന്നിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് മകൻ കൂടി ഒരു നടൻ? അല്ല, എനിക്ക് അങ്ങനത്തെ ഭാഷകളെല്ലാം എനിക്കറിയില്ല, എല്ലാം അറിയില്ല. ഇപ്പോൾ പലരും പറയും സെറ്റ് ഓക്കെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ശരി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കറിയാതെ നമ്മളിലേക്ക് അറിയാതെ വന്നു പോകും. അങ്ങനെ എല്ലാം എനിക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അത് വേണ്ടി വന്നാൽ നമ്മൾ ചെയ്യണം, അല്ലാതെ അതും കൊണ്ട് ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ. പക്ഷെ അത് ഇപ്പോഴുള്ള ജനറേഷന് അത് അറിയാം. അപ്പോൾ അതുകൊണ്ടൊന്നും മാത്രം കോമഡി അല്ലെങ്കിൽ അഭിനയത്തിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. അഭിനയത്തിന് അഭിനയിക്കുക തന്നെ വേണം. അതിന് ഈ ജനറേഷൻ്റെ സ്റ്റൈല് സെറ്റൊന്നോ അല്ലെങ്കിൽ മറ്റു ഭാഷാ ലിങ്കുകളൊക്കെ നമ്മൾ പഠിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് പഠിക്കാം, അത് പഠിച്ച് പറയേണ്ടടുത്ത് പറയാം. പക്ഷെ അഭിനയം എന്ന് പറയാൻ നമ്മൾ അഭിനയിച്ച് തന്നെ കാണിക്കണം. അത് ന്യൂ ജൻ ആയാലും പഴയ ജൻ ആയാലും മിഡിൽ ജൻ ആയാലും എല്ലാവരും അഭിനയിക്കുകയല്ലേ. അഭിനയം എന്ന് പറഞ്ഞാൽ അതല്ല, അത് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേയും കൂടി നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിലേക്ക് വരുമ്പോഴാണ് അതിന് മാർക്ക് വീഴുന്നത്. നമ്മൾ പണ്ട് കാണിച്ചേക്കുന്ന ആ സ്റ്റൈലൊന്നും ഇപ്പോൾ പറ്റില്ല. പക്ഷേ ഞാനിപ്പോഴൊരു സിനിമയിൽ പണ്ട് ഞാനും ദിലീപും കൂടി അഭിനയിച്ച സ്റ്റൈലിൽ ഞാനിപ്പോൾ ഒരു പടം ചെയ്തിട്ടുണ്ട്. ദിലീപായിട്ടല്ല, ആ സ്റ്റൈല് വേണമെന്ന് ആ പടത്തിൻ്റെ ഡയറക്ടർ, അതായത് മാർത്താണ്ഡനാണ്, ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന പടത്തിന് പണ്ട് അഭിനയിച്ച പോലെ ചെയ്യണം. ഞാൻ പിന്നെ അത് പണ്ട് സ്റ്റൈല് അത് സാരില്ല ഏട്ടാ, അത് ഒന്നും പരീക്ഷിക്കാമെന്ന് പറഞ്ഞു. അവന് സിനിമയാണ്, പരീക്ഷിക്കാൻ പറ്റുമോ? അത് സാരില്ല, ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അഭിനയിക്കുന്ന വരെ. പക്ഷെ അഭിനയിച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു ഇത് കൊള്ളാം. അവിടെ വന്ന് എല്ലാം അഭിനയിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അന്ന് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അവിടെ എന്താ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാ ആർട്ടിസ്റ്റുകളും, പിന്നെ കാണാൻ വന്നവരും പറഞ്ഞു പഴയ രീതി ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുന്നത്. അങ്ങനെ ഒരു കയ്യടിയൊക്കെ ഉണ്ട്. പക്ഷേ ആ രീതിയിലാണ് ഇപ്പം ഞാൻ ഓട്ടംതുള്ളൽ ചെയ്തേക്കണത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയൊന്നുമില്ല, അങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ പഴയ കാലത്തെ ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഓട്ടംതുള്ളലിലെ. ഓട്ടംതുള്ളലിൽ പഴയ കാലത്ത് പണ്ട് ഞാൻ ദിലീപും ഞാനും കൂടി ചെയ്തേക്കണം ആ സ്റ്റൈലിലാണ് ചെയ്യണം. അതിൽ നിന്ന് കുറച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ ആധുനിക കാലത്തിനനുസരിച്ച്? അല്ല, ആധുനിക കാലത്തിനനുസരിച്ചല്ല, അത് ഇത്തിരി കുറച്ച്. അതെ, അപ്പോൾ ഒന്ന് ഒരു പരിണാമം വരുത്തി അങ്ങനെ അഭിനയത്തിൽ. അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഒരു പുതിയ ദിശയിലേക്ക് മാറിയതാണോ? ഇല്ല, അതിനേക്ക് ഒന്നുമില്ല. നമുക്കറിയാവുന്ന തന്നെ സാധനങ്ങൾ നമ്മൾ ആ പടത്തിൽ ആ സ്റ്റൈലിൽ ഉപയോഗിച്ചു, ആ മീറ്ററിൽ. ഇപ്പം നമ്മൾ ആ മീറ്ററിൽ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ആ മീറ്റർ ആയിരിക്കണം. അയാൾ ഇപ്പോഴത്തെ മീറ്ററിൽ നിന്നാൽ ശരിയാവില്ല. അയാൾ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ, ഞാനിപ്പോൾ പഴയ സ്റ്റൈലിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ താളം തെറ്റിപ്പോവും. അപ്പോൾ അത് രണ്ടും കൂടി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ ജനോടൊപ്പം അല്ലേ ഞാൻ കോമ്പറ്റീഷൻ ഒന്നുമില്ല ഇതിൽ.